James chapter 1, verses 12 to 15. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ പ്രധാനമായി കഴിഞ്ഞ ശേഷം കർത്താവ് അതിനെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിച്ചു. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നുവെന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു. താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ ആകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം കൊടുത്തിട്ട് മരണത്തെ വരുന്നു. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അനുദിന ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ള പല കാര്യങ്ങൾ നാം വായിച്ച് ഇതിന്റെ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് പരിശോധനകൾ, പരീക്ഷകൾ, ഇതിനെ കുറിച്ചാണ് ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ട്രയൽസ് ആൻഡ് ടെംപ്റ്റേഷൻസ്. പരീക്ഷ എന്നുള്ള വാക്ക് പരിശോധന എന്നുള്ള വാക്കും ഒന്ന് തന്നെയാണ്. ഒരു ഭാഷയിൽ രണ്ടു വകയ വാക്കാണ്. സന്ദർഭം അനുസരിച്ചാണ് അത് തർജ്ജമ ചെയ്യുന്നത്. അപ്പോൾ തിരിച്ചു മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും പരിശോധനയെന്ന് പരീക്ഷ എന്ന് പറയും. ഏതാണ് സന്ദർഭം അനുസരിച്ചാണ് അതിന്റെ അർത്ഥം ഇരിക്കുന്നത്. മലയാളത്തിൽ ട്രയൽ, ഇംഗ്ലീഷിൽ ട്രയൽ, മലയാളത്തിൽ പരിശോധന എന്ന് പറയുമ്പോൾ നമ്മുടെ വിശ്വാസം പരിശോധിക്കാനായിട്ട് ദൈവം അനുവദിക്കുന്ന കാര്യങ്ങളാണ്. Trials are opportunities that God gives us to test the genuineness of our faith. അതിനാണ് ട്രയൽ അല്ലെങ്കിൽ പരിശോധന എന്ന് മലയാളത്തിൽ പറയുന്നത്. ഇനി ടെംപ്റ്റേഷൻ, മലയാളത്തിൽ പരീക്ഷ എന്ന് പറയുന്നത് പാപം ചെയ്യാനായിട്ട് നമുക്കുണ്ടാകുന്ന പ്രേരണയാണ്. Temptation is prompting to commit sin, allurement or enticement to sin. അതാണ് പരീക്ഷ എന്ന് പറയുന്നത്. എന്നാൽ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് തിരിച്ചു മറിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഉൽപ്പത്തി 22:1 പറയുന്നത് ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു. അവിടെ പരീക്ഷിച്ചു എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചെന്നല്ല, വിശ്വാസത്തെ ശോധന ചെയ്യുന്ന അർത്ഥം. പക്ഷെ വാക്ക് പരീക്ഷ. അപ്പൊ വാക്കുകൊണ്ടല്ല തീരുമാനിക്കുന്നത് എന്താണ് അർത്ഥമെന്ന് സന്ദർഭം കൊണ്ടാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് മനസ്സിലാക്കാനുള്ള സൗകര്യത്തിനായിട്ട് ഇന്ന് ട്രയൽ എന്ന് പറയുമ്പോൾ വിശ്വാസത്തിന്റെ ശോധനയും, ടെംപ്റ്റേഷൻ എന്ന് പറയുമ്പോൾ പാപം ചെയ്യാനുള്ള പ്രേരണയും. അങ്ങനെയാണ് ഇപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത്. തിരിച്ചും പറഞ്ഞാൽ അതിനെ തെറ്റൊന്നുമില്ല, കാരണം ഒരേ വാക്കാണ് രണ്ടിൽ. അതുകൊണ്ട് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് പരിശോധന, വിശ്വാസത്തിന്റെ ശോധന, പരീക്ഷ, പാപം ചെയ്യാനായിട്ടുള്ള പ്രേരണ, ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ച് ട്രയൽ ആൻഡ് ടെംപ്റ്റേഷൻ, ഈ കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. സോ ട്രയൽ ഈസ് ടെസ്റ്റിംഗ് ഓഫ് ഫെയ്ത്ത് and temptation is prompting to commit sin. ശോധന എന്ന് പറയുന്നത് വിശ്വാസം പരിശോധിക്കലാണ്. പരീക്ഷ എന്ന് ഉദ്ദേശിക്കുന്നത്, നാം ഇവിടെ ഉദ്ദേശിക്കുന്നത് പാപം ചെയ്യാനായിട്ടുള്ള പ്രേരണയാണ്. ഈ രണ്ട് കാര്യങ്ങളുടെ വ്യത്യാസവും ഇത് നമ്മുടെ അനുദിന ജീവിതത്തെ ബാധിക്കുന്നു എന്നുള്ളതുമാണ് ഇന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. 12ാമത്തെ വാക്യത്തിൽ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അത് പരിശോധനയും ആകാം, പരീക്ഷയുമാകാം, രണ്ടും ആകാം. അത് എങ്ങനെയാണ് ഒന്ന് മറ്റൊന്നാകുന്നത് എന്നുള്ളത് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നമ്മുടെ അനുദിന ജീവിതത്തിൽ ഒരു സഹായമാണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ജീവിതത്തിലെ ശോധനകളെ കുറിച്ച് വിശ്വാസികൾ തെറ്റിദ്ധാരണകൾ ആഗ്രഹിക്കുക. Some misunderstanding about trials. Some misunderstandings Christians have about trials. അതിൽ 3 കാര്യം പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുക. ഒന്ന്, faith gives guarantee of freedom from trials. വിശ്വാസം പരിശോധനകളിൽ നിന്ന് നമുക്ക് വിടുതൽ നൽകുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. വിശ്വാസിയാണെങ്കിൽ രോഗം വരാൻ പാടില്ല, വിശ്വാസിയാണെങ്കിൽ ചില ബുദ്ധിമുട്ടുകളൊന്നും വരാൻ പാടില്ല, വിശ്വാസികളെല്ലാം പൂർണ്ണ ആരോഗ്യമുള്ളവരായിരിക്കണം, രോഗം വന്നാൽ എല്ലാം കുഴപ്പമാണ് എന്നൊക്കെ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അത് വളരെ തെറ്റാണ്. Believers have immunity from trials. അതാണ് തെറ്റിദ്ധാരണ. അത് തെറ്റായ ധാരണയാണ്. വിശ്വാസികൾക്ക് പരിശോധനകളിൽ നിന്നും, കഷ്ടങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും വിടുതലുണ്ട്. നല്ല വിശ്വാസികളാണെങ്കിൽ ഒന്നും വരികയില്ല. അത് വളരെ തെറ്റായ ധാരണയാണ്. വേദപുസ്തകം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. വേദപുസ്തകത്തിൽ ഏറ്റവും ഭക്തന്മാരായി ജീവിച്ച ഓരോ ആളുകൾ പല തരത്തിലുള്ള കഷ്ടങ്ങളിലും പട്ടിണിയിലും പരിശോധനയിലും കൂടെ കടന്നുപോയവരാണ്. ദൈവത്തിന് ഏറ്റവും പ്രസാദമുള്ളവനായി ജീവിച്ച ദൈവപുത്രൻ തന്നെ അനേക കഷ്ടങ്ങൾ കൂടെയാണ് നമ്മുടെ കർത്താവ് ലോകത്തിൽ ജീവിച്ചത്. അതുകൊണ്ട് അത് വളരെ തെറ്റായ ധാരണയാണ്. ആരും അങ്ങനെ വിചാരിക്കരുത് ഭക്തി ആചരിക്കുന്നതുകൊണ്ട് കഷ്ടം വരികയില്ല, രോഗം വരികയില്ല, ക്യാൻസർ വരികയില്ല, ബുദ്ധിമുട്ട് വരികയില്ല എന്നാരും വിചാരിക്കരുത്. അത് വളരെ തെറ്റായ ധാരണയാണ്.
രണ്ടാമത്തെ എന്താണ്? Suffering is always bad and is irreconcilable with the goodness of God. കഷ്ടത അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ എപ്പോഴും അത് ദോഷകരമാണ്, അല്ലെങ്കിൽ അത് മോശമാണ്. ദൈവത്തിന്റെ നന്മ നടന്ന സ്വഭാവത്തിന് ചേർന്നതല്ല. ദൈവം നല്ലവനായതുകൊണ്ട് ഈ കഷ്ടതയെ ബുദ്ധിമുട്ടൊക്കെ അനുവദിക്കുന്നത് it is irreconcilable with the goodness of God. ദൈവത്തിന്റെ നന്മയ്ക്ക് ചേരുന്നതല്ല. എപ്പോഴും കഷ്ടത it is always bad, അത് എപ്പോഴും ദോഷകരമാണ്, മോശമാണ്. അങ്ങനെ നാം ചിന്തിക്കുന്നതായിട്ടില്ല. കഷ്ടത എല്ലാം ദോഷകരമല്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന ശോധനകൾ നമ്മൾ നന്മയ്ക്ക് വേണ്ടി അനുവദിക്കുന്നതാണ്, അത് ദോഷകരമല്ല. മാത്രമല്ല, ദൈവം നല്ലവനായതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ആരുടെ ജീവിതത്തിൽ അനുവദിക്കില്ല എന്ന് നാം ചിന്തിക്കുന്നതായിട്ടില്ല. ദൈവം നല്ലവനാണെങ്കിലും നമ്മുടെ ആത്മീയ നന്മയ്ക്ക് വേണ്ടിയും സ്വഭാവ രൂപീകരണത്തിന് വേണ്ടിയും തന്റെ പുത്രന്റെ സ്വരൂപത്തോട് നമ്മെ അനുകൂലരാക്കുന്നതിന് വേണ്ടിയും നല്ലവനായ ദൈവം പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു കൊണ്ടുവരാം. മൂന്നാമത്തെ ഒരു തെറ്റായ ധാരണ, material prosperity and well-being is the real blessing. യഥാർത്ഥ അനുഗ്രഹം എന്ന് പറയുന്നത്, നന്മ എന്ന് പറയുന്നത് ഭൗതികമായ നന്മയാണ്, അല്ലെങ്കിൽ ഭൗതികമായ സമൃദ്ധിയാണ്, സുഖമാണ്, ക്ഷേമമാണ്. അതാണ് ശരിയായ അനുഗ്രഹം. ലോകത്തിൽ അനേക ആളുകൾ അങ്ങനെ വിചാരിച്ചിരിക്കുന്നവരാണ്. ദൈവത്തിന്റെ സഹായത്താലും അനുഗ്രഹത്താലും ഇതിൽ ചില കാര്യങ്ങളൊക്കെ സാധിച്ചു എന്ന് വരാം. എന്നാൽ നാം ഒരു കാര്യം ഓർക്കണം, ലോകത്തിൽ ഏറ്റവും ഭക്തിയായി ജീവിക്കുന്ന അനേക ആളുകൾ വെറും പാവങ്ങളാണ്. യാക്കോബ് പറയുന്നുണ്ട്, ഈ ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരായ കർത്താവ് തെരഞ്ഞെടുക്കുമെന്ന്. അതുകൊണ്ട് ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ ലക്ഷണം പണമാണ്, അല്ലെങ്കിൽ വിദേശത്ത് പോകാൻ വെക്കുന്നതാണ്, വീട് പണിയാൻ വെക്കുന്നതാണ് ആരും ചിന്തിക്കരുത്. ചെറ്റക്കൂടിൽ കഷ്ടിച്ച് കഞ്ഞി പിടിച്ച് കിടക്കുന്നവരും ദൈവത്തിന്റെ അനുഗ്രഹവും നന്മയും അനുഭവിക്കുന്നവരായിരിക്കും. ചിലർക്ക് ദൈവം ഇങ്ങനെയും ചിലർക്ക് അങ്ങനെയും അനുവദിക്കുന്നതേ ഉള്ളൂ. അത് ദൈവത്തിന് തന്റേതായ ഉദ്ദേശങ്ങളുണ്ട്. അതുകൊണ്ട് നന്മ എന്ന് പറയുന്നത് എപ്പോഴും പ്രോസ്പെറിറ്റിയാണ് എന്ന് ചിന്തിക്കുന്നതായിട്ടില്ല. പ്രോസ്പെറിറ്റി, ഗോസ്പൽ എന്നൊരു കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. അഭിവൃദ്ധിയുടെ സുവിശേഷം അനേക കരിസ്മാറ്റിക് ഗ്രൂപ്പ്സ് പഠിപ്പിക്കുന്നതല്ല. നിങ്ങൾ ദൈവത്തെ ആശ്രയിച്ചാൽ നിങ്ങൾ എല്ലാ കടവും ഉണ്ടാകും, ദൈവത്തെ ആശ്രയിച്ചാൽ എല്ലാ രോഗവും മാറും, നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടും തീരും. ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് നിങ്ങൾ ആശയരാകുന്ന വളരെ തെറ്റായ ധാരണയാണ്. ദൈവമക്കളുടെ ആവശ്യങ്ങൾ ദൈവം നിറവേറ്റും, അവരെ സമൃദ്ധിയായി നടത്തുന്നത് വേറെ കാര്യമാണ്. എന്നാൽ അനുഗ്രഹം എന്ന് പറയുന്നത് കേവലം ഭൗതികമായതാണ് എന്ന് നാം ചിന്തിക്കുന്നതായിട്ടില്ല. അപ്പോൾ ജീവിതത്തിൽ വരുന്ന പരിശോധനകൾ നമ്മൾ കഴിഞ്ഞ ചിന്തിച്ചുപോലെ നമ്മുടെ വിശ്വാസത്തിന്റെ ശോധനയായിട്ട്, നമ്മുടെ വിശ്വാസം ശരിയായതാണോ സ്ഥിരമായതാണോ എന്ന് അറിയുന്നതിന് വേണ്ടിയും നാം പക്വത പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ പുത്രന്റെ സ്വരൂപത്തോടെ നാം കൂടുതൽ അനുരൂപരാകുന്നതിന് വേണ്ടിയും ദൈവം അനുവദിക്കുന്ന കഷ്ടതകളാണ്. അത് ദൈവ സ്വഭാവത്തിന്റെ കുഴപ്പമല്ല, അതുകൊണ്ട് യാതൊരു ദോഷവും ആർക്കും വരികയില്ല എന്നുള്ളത് തിരുവനന്തപുരത്ത് തന്നെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. ഈ രണ്ട് വാക്കുകളെ കുറിച്ച് പറഞ്ഞല്ലോ, പരിശോധന, പരീക്ഷ. പരിശോധന ചിലപ്പോൾ പരീക്ഷയാകും. Sometimes trials can turn into temptations. അതെങ്ങനെയാണെന്ന് ഒന്ന് അറിഞ്ഞിരിക്കണം. കാരണം നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. പരിശോധനകളെ തെറ്റായി കൈകാര്യം ചെയ്താൽ അത് പരീക്ഷയായിരിക്കും. If you mishandle trials or respond the wrong way, it will become a temptation. ജീവിതത്തിൽ പരിശോധനകൾ വരുമ്പോൾ തെറ്റായി കൈകാര്യം ചെയ്താൽ അത് പരിശോധനകൾ വരുമ്പോൾ തെറ്റായി കൈകാര്യം ചെയ്താൽ പരീക്ഷയാകും. ഉദാഹരണം, ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി വിശ്വാസത്തിന്റെ ശോധനയായിട്ട് കഷ്ടം അനുവദിച്ചത് ചെയ്യാനില്ല. അതിനെ ആഗ്രഹിച്ചൊക്കെ എടുത്ത് നമ്മൾ കൈകാര്യം ചെയ്തതുപോലെ സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ ദൈവത്തെ ആശ്രയിച്ച് നേരിട്ടാൽ അത് നമുക്ക് നന്മയായിരിക്കും. എന്നാൽ ഈ കഷ്ടത വരുമ്പോ അയ്യോ ദൈവം എന്തുകൊണ്ടാണ് എനിക്ക് അനുവദിച്ചത്, ദൈവം നല്ലവനല്ല, ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, ദൈവം എന്താ ഇങ്ങനെ ചെയ്തിരുന്നത്, ദൈവത്തെ ചോദ്യം ചെയ്യുവാനും ദൈവത്തെ സംശയിക്കാനും ഇടയായാൽ അപ്പൊ പരിശോധന എന്തായി? പരീക്ഷയായി. നമ്മുടെ നന്മയ്ക്കായി ദൈവം അനുവദിച്ച ആ കാര്യം പാപം ചെയ്യാനുള്ള മുഖാന്തരമായി തീർന്നു. അങ്ങനെ വരാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം. ട്രയലായിട്ട് തന്നെ കീപ്പ് ചെയ്യണം, ടെംപ്റ്റേഷൻ ആയിട്ട് കീപ്പ് ചെയ്യണം. ഇഷ്ടമുള്ള ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നന്മതിന്മകളുടെ ഫലം, ട്രീ ഓഫ് ഗുഡ് ആൻഡ് നോളജ് ഏദൻ തോട്ടത്തിലുണ്ടായിരുന്നു. അത് ദൈവത്തിനാണ് സ്ഥാപിച്ചത്. തിന്നതിന്റെ തലങ്ങൾ പറഞ്ഞത് അവരെ പരിശോധിക്കാനായിട്ടാണ്. It was a test of faith. Prohibition
That is not, do not eat of this tree. That was a prohibition. That was a test tree. പക്ഷെ അവർക്ക് എന്തായിരുന്നു? അവർക്കല്ല, that became a temptation. പരീക്ഷയായിരുന്നു. എങ്ങനെയാണ് പരീക്ഷ തരുന്നത്? പിശാചിന്റെ ഇടപെടുന്നത്. അപ്പൊ നാം അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ദൈവം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി അനുവദിക്കുന്ന പരിശോധനകൾ പിശാചിന്റെ ഇടപെടുന്ന പരീക്ഷയായി തീരാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് പരിശോധനകൾ ശരിയായി കൈകാര്യം ചെയ്യാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്ങനെ കൈകാര്യം ചെയ്യാൻ? കഴിഞ്ഞ ആഴ്ച നാം പഠിച്ചതുപോലെ എന്താണ് പരിശോധനകൾ വരുമ്പോൾ ഇത് വിശ്വാസത്തിന്റെ ശോധനയാണെന്ന് പറഞ്ഞ് ദൈവത്തെ ചോദ്യം ചെയ്യാതെ, ദൈവത്തെ അവിശ്വസിക്കാതെ, ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ, ഇനി ഞാൻ യോഗത്തിനൊന്നും പോകുന്നില്ല, ഇനി പ്രാർത്ഥിച്ചിട്ടുള്ള കാര്യം ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ട് ഇതാണ് വന്നത് എന്ന് പറഞ്ഞാൽ പരിശോധന പരീക്ഷയായിരുന്നു. അങ്ങനെ വരാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ പരിശോധന പരീക്ഷയായി മാറുന്നത് സാധാരണ പ്രവർത്തനം മുഖാന്തരമാണ്. What God gives us to strengthen our faith can be used of Satan to weaken our faith. നമ്മുടെ വിശ്വാസത്തെ ബലപ്പെടുത്തുവാൻ ദൈവം നമുക്ക് തരുന്ന പരിശോധന വിശ്വാസത്തെ ക്ഷീണിപ്പിക്കുവാൻ പിശാച് അതിനെ പരീക്ഷയായിട്ട് ഉപയോഗിച്ചു എന്ന് വരാവുന്നതാണ്. ഇസ്രായേൽ മക്കൾ ബന്ധുവിലാകുന്ന കാലത്ത് അവർക്ക് ദൈവം അവരെ പരിശോധിക്കാനായിട്ട് ചിലപ്പോ ഭക്ഷണം സമയത്ത് കിട്ടാതെ, വെള്ളം സമയത്ത് ഇല്ലാതെ വന്നിട്ടുണ്ട്. അവരെ കൊല്ലാനായിട്ട് അങ്ങനെ ചെയ്തല്ല. ദൈവമാണ് അവരെ ഇസ്രായേലിൽ വിടുവിച്ച് അവരെ കനാനിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞാണ് വിടുവിച്ചത്. എന്നാൽ വഴിയിൽ വെച്ച് അവർക്ക് അവരെ ശോധന ടെസ്റ്റ് ചെയ്യാനായിട്ട് ദൈവം ചിലപ്പോൾ ഭക്ഷണത്തിന് കുറവും വെള്ളത്തിന് കുറവും അനുവദിച്ചു. പക്ഷേ ഇസ്രായേൽ മക്കൾ അത് എന്തായിട്ട് എടുത്തു? അതവർക്ക് പരീക്ഷയായിട്ട് മാത്രമേ അവരെ പിറുപിറുക്കാൻ തുടങ്ങി. ദൈവത്തിന്റെ കോപം ജ്വലിക്കത്തക്കവണ്ണം തെറ്റിനുള്ള മുഖാന്തരമായിട്ട് ആ പരിശോധനകൾ തീർന്നു. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ്, നാം ദൈവങ്ങളാണെങ്കിൽ, ദൈവ വഴികൾ നടക്കുന്നവരാണെങ്കിൽ ജീവിതത്തിൽ കഷ്ടതയും പ്രയാസവും വരുമ്പോ അത് പരിശോധനയാണെന്ന് മനസ്സിലാക്കി യാക്കോബിന്റെ ആദ്യ വാക്യം പറയുന്ന പോലെ സന്തോഷത്തോടെ ദൈവം കാര്യങ്ങളെ നിയന്ത്രിക്കുന്നു, എന്ന നന്മയ്ക്ക് വേണ്ടിയാണ് ദൈവം ഇത് ചെയ്യുന്നത്. ഇതിന്റെ അന്ത്യം എനിക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും ദൈവത്തിന്റെ നല്ല ഉദ്ദേശങ്ങളുണ്ട്, എന്നെ ആത്മീയ പക്വതയിലേക്ക് നയിക്കാൻ ദൈവം ഇത് അനുവദിക്കുന്നതാണ് എന്നറിഞ്ഞ് കൃപയ്ക്ക് വേണ്ടി, ജ്ഞാനത്തിന് വേണ്ടി സകലർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിച്ച് ആ പരിശോധനകളെ കൈകാര്യം ചെയ്യണം. അല്ലെങ്കിൽ എന്ത് പറ്റും? അല്ലെങ്കിൽ ഈ പരിശോധന പരീക്ഷയായിരുന്നു. വിശ്വാസത്തെ ശക്തിപ്പെടുത്താൻ ദൈവം തന്ന കാര്യം വിശ്വാസത്തെ ബലഹീനമാക്കുവാൻ സാത്താൻ ഉപയോഗിക്കും. So what was given to us by God to strengthen our faith can be used by Satan to weaken our faith. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ പരീക്ഷയെക്കുറിച്ച് പറയുന്നത് എന്താ പറയുക? Lead us not into temptation, deliver us from evil. ഞങ്ങളെ പരീക്ഷയിൽ അകപ്പെടുത്താതെ, കിടക്കാൻ ഇടയാക്കാതെ ദുഷ്ടനിൽ ഞങ്ങളെ ഉപയോഗിക്കണം. നമ്മള് ഇന്ന് വായിച്ച ആ ഭാഗത്ത് ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല എന്ന് വായിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചോ? 12 വാക്യങ്ങളിൽ വായിച്ചപ്പോൾ ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല എന്ന് നമ്മളതിന്റെ 13ാമത്തെ വാക്യത്തിൽ വായിച്ചു. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. God tempts no man. ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല. അങ്ങനെയാണ് ഈ പ്രാർത്ഥനയിൽ ഈ വാക്യത്തിന്റെ അർത്ഥം എന്താ? പരീക്ഷയിൽ ഞങ്ങളെ കടത്തരുത് എന്നൊരു അർത്ഥം എന്താ? ദൈവം ആരും പരീക്ഷിക്കുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ പരീക്ഷയിൽ ഞങ്ങളെ കടത്തരുത് എന്ന് പറഞ്ഞത്? അത് നമുക്ക് ഏറ്റവും നല്ല നിലയിൽ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഇങ്ങനെയാണ്: Do not allow such trials in our life that could lead us to temptation and sin. പരീക്ഷയായി പരിണമിച്ച് പാപം ചെയ്യാൻ ഇടയുള്ള പരിശോധനകൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുവദിക്കരുതേ എന്നാണ് ആ പ്രാർത്ഥനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ദൈവം ആരെയും പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നില്ല, എന്നാൽ ദൈവം പരിശോധനകൾ അനുവദിക്കും. എന്നാൽ ആ പരിശോധനകൾ പാപങ്ങൾക്ക് കാരണമായി തീരുമാനം പരിശോധനകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുതേ, ആ നിലയിൽ ഭവിക്കരുതേ എന്നുള്ള പ്രാർത്ഥനയാണ് കർത്താവിന്റെ പ്രാർത്ഥനയുടെ ഒടുവിലത്തെ ഭാഗത്ത് പരീക്ഷയിൽ ലഭിക്കണമേ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ പരിശോധനകൾ വിശ്വാസത്തിന്റെ പരിശോധനയാണ്. ഇനി നമുക്ക് പരീക്ഷകളെ കുറിച്ച് ചില കാര്യങ്ങൾ ഒന്ന് ചിന്തിക്കാം. നമുക്കറിയാം,
മനുഷ്യനെ വീഴ്ത്താനായിട്ട് പിശാച് ആദ്യം ഉപയോഗിച്ച തന്ത്രം പരീക്ഷയാണ്. ഏതൻ തലത്തിൽ പരീക്ഷയാണ് പിശാച് ഉപയോഗിച്ച ആദ്യത്തെ തന്ത്രം. This is the temptation, is the first tactics that Satan used in the Garden of Eden. അന്ന് മുതൽ ഇന്ന് വരെ മനുഷ്യരെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ, ദൈവവുമായുള്ള കൂട്ടായ്മ വിച്ഛേദിച്ച് കളയുവാൻ, ദൈവത്തോട് നാം അടുത്ത് ജീവിക്കാതിരിക്കാൻ പിശാച് എപ്പോഴും ഉപയോഗിക്കുന്ന തന്ത്രമാണ് പരീക്ഷ എന്ന് പറയുന്നത്. ഇവിടെ പരീക്ഷയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം 14ാമത്തെ വാക്യത്തിൽ കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കുന്ന പരീക്ഷ സഹിച്ചാൽ, അത് പരിശോധനയെ കുറിച്ചും അത് ശരിയാണ്, രണ്ടും ശരിയാണ്. എന്നാൽ ഇപ്പോൾ പരീക്ഷയെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത്. പരീക്ഷ നാം സഹിച്ചാൽ കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. പരീക്ഷയിൽ വീഴാതെ നാം നിന്നാൽ കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് നൽകുന്ന ജീവകിരീടം പ്രാപിക്കും. അപ്പോൾ ഒരു ആശയം നമുക്ക് അവിടുന്ന് മനസ്സിലാകുന്നത്, love for God gives us the strength to persevere in the midst of temptations. ദൈവത്തോടുള്ള സ്നേഹമാണ് പരീക്ഷകളിൽ നിലനിൽക്കുവാൻ നമ്മെ സഹായിക്കുന്നത്. എല്ലാ പരീക്ഷയിലും ഒരു തെരഞ്ഞെടുപ്പുണ്ട്. നമുക്ക് വരുന്ന എല്ലാ പരീക്ഷയിലും ഒരു തെരഞ്ഞെടുപ്പുണ്ട്. There is a choice in every temptation that comes to us. എന്താ തെരഞ്ഞെടുപ്പ്? ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു അതോ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെ സ്നേഹിക്കുന്നു? ഏറ്റവും നല്ല ഉദാഹരണം യോസേഫ്. പുസ്തകത്തിൽ പോത്തിഫറിന്റെ ഭാര്യ യോസേഫിനെ പരീക്ഷിച്ചു, പാപം ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചു. അപ്പോൾ യോസേഫ് പാപം ചെയ്തില്ല. എന്തുകൊണ്ടാണ് യോസേഫ് പാപം ചെയ്യാറുള്ളത്? നാട്ടുകാർ അതിന് വിചാരിച്ചല്ല, ജോലിയിൽ പിടിച്ചുവിടും വിചാരിച്ചല്ല, എന്നെ ശിക്ഷിക്കുമെന്ന് വിചാരിച്ചല്ല, എനിക്ക് ചീത്തപ്പേരെ കിട്ടുമെന്ന് വിചാരിച്ചല്ല. യോസേഫ് തന്നെ അതിന്റെ കാരണം അവർ പറയുന്നുണ്ട്. എന്താ യോസേഫ് പറയുന്ന കാരണം? ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ? How shall I commit this evil and sin against my God? So his consciousness about God, his love for God, kept him from sinning. പാപത്തിൽ നിന്ന് അവനെ വിധിച്ചു നിർത്തിയത് ജോലി പോകുന്നോ, ശിക്ഷിക്കപ്പെടുന്നോ, ചീത്തപ്പെടുന്നോ ഒന്നുമല്ല. അവനെ പാപം ചെയ്യാതെ സഹായിച്ച ഘടകമല്ല ദൈവത്തോടുള്ള സ്നേഹം. അത് വളരെ പ്രശംസനീയമായ ഒരു കാര്യമാണ്. ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു. ഈ വീട്ടിൽ വേറെ ആരുമില്ല, ഇത് ചെയ്താൽ ആരും അറിയുകയല്ല, കണ്ടുപിടിക്കുകയല്ല, അതൊക്കെ ശരിയാ. പക്ഷേ ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവത്തിന് മുമ്പിലാണ് ഞാൻ നടക്കുന്നത്, അതിനെക്കുറിച്ചുള്ള ബോധ്യം എനിക്കുണ്ട്, അതുകൊണ്ട് ഞാൻ പാപം ചെയ്യുകയില്ല. അപ്പൊ പരീക്ഷയ്ക്കുള്ള ഏറ്റവും വലിയ ഡിറ്ററന്റ്, പരീക്ഷയിൽ വീഴാതിരിക്കാനുള്ള ഏറ്റവും വലിയ ഘടകം ദൈവത്തോടുള്ള സ്നേഹമാണ്. അപ്പോൾ പരീക്ഷയിലുള്ള തെരഞ്ഞെടുപ്പല്ല, പരീക്ഷയിലുള്ള ചോയ്സ് ഇൻ ടെംപ്റ്റേഷൻ, either to love the pleasures of sin or to love God. ഒന്നുകിൽ പാപത്തിന്റെ ഭോഗത്തെ സ്നേഹിക്കുക, അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുക. ദൈവത്തോടുള്ള സ്നേഹം ഒരു വശത്ത്, പാപത്തിന്റെ സുഖത്തോടുള്ള സ്നേഹം മറ്റൊരു വശത്ത്. ഇതിൽ ഏത് തെരഞ്ഞെടുക്കും? അതാണ് പരീക്ഷയിലെ നമ്മുടെ ചോയ്സ്. നാം ദൈവത്തെ വാസ്തവമായി സ്നേഹിക്കുന്നവരാണെങ്കിൽ, ഇവിടെ പരീക്ഷയുടെ തുടർച്ച പറയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കുള്ള ജീവകിരീടം നൽകുന്നതാണ്. അപ്പോൾ ദൈവത്തോടുള്ള സ്നേഹമാണ് പരീക്ഷയിൽ നിന്ന് നമ്മെ വീഴാതെന്നും പരീക്ഷയിൽ വീഴാതെന്നും നമ്മെ കാക്കുന്നത്. അപ്പോൾ motive for resisting temptation is our love for God. നാം അതിലുള്ള ഒരു കാര്യം, പരീക്ഷ അതിന്റെ പാപമല്ല. ഞാൻ പരീക്ഷിക്കപ്പെട്ടു പാപം ചെയ്യുന്നു അർത്ഥമില്ല. Temptation in itself is not sin. Yielding to temptation is sin. പരീക്ഷയ്ക്ക് കീഴ്പ്പെടുന്നതാണ് പാപം. പരീക്ഷയോട് യേസ് എന്ന് പറയുന്നതാണ് പാപം. Exercising our will and saying yes or agreeing with temptation is sin. എന്റെ ഇച്ഛാശക്തി ഉപയോഗിച്ച് പാപത്തോട് എന്ന് ഞാൻ പറഞ്ഞാൽ, പാപം കൊള്ളാം എന്ന് ഞാൻ പറഞ്ഞാൽ, പാപത്തെ ഞാൻ അനുവദിച്ചാൽ, പാപത്തെ ഞാൻ സമ്മതിച്ചാൽ ഞാൻ പാപം ചെയ്യും. പരീക്ഷിക്കപ്പെട്ടതുകൊണ്ട് പാപം ചെയ്യുന്നില്ല. യോസേഫ് പരീക്ഷിക്കപ്പെട്ടു, ഞാൻ പാപം ചെയ്തില്ല. എന്തുകൊണ്ടാ? പാപത്തോട് നോ എന്ന് പറഞ്ഞു. നമ്മുടെ അതിന്റെ ജീവിതത്തിൽ അനേകമായിട്ട് നമ്മൾ പരീക്ഷിക്കണം. പക്ഷെ നാം ദൈവത്തോട് അടുത്ത് ജീവിക്കുന്നവരും ദൈവത്തെ സ്നേഹിക്കുന്നവരുമാണെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ പാപത്തോട് നോ എന്ന് പറയാൻ നമുക്ക് സാധിക്കും. പാപത്തിന് പരീക്ഷയ്ക്ക് കീഴ്പ്പെട്ടാലേ പാപമാകുകയുള്ളൂ.
പരീക്ഷിക്കപ്പെട്ടത് കൊണ്ട് പാപമാവുകയില്ല. നമ്മുടെ ജീവിതത്തിൽ വിവിധ പരീക്ഷകൾ വരുമ്പോ ഞാൻ പാപം ചെയ്തതെന്ന് ആരും വിചാരിക്കേണ്ട. പരീക്ഷയോട് തോറ്റാലേ പാപമാകുള്ളൂ. പരീക്ഷയിൽ പറയുന്ന കാര്യം സമ്മതിച്ചാലേ പാപമാകുള്ളൂ, അല്ലെങ്കിൽ അത് പാപം ആവുകയില്ല. ഈ ഭാഗത്ത് പരീക്ഷയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന 3 പ്രധാന സത്യങ്ങൾ ഒന്ന് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് നോക്കാം. ഒന്ന്, recognize its source. പരീക്ഷയുടെ ഉറവിടം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പരീക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ഓരോരുത്തരും പരീക്ഷിക്കപ്പെട്ടു, ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് പറയരുത്. ദൈവമാരും പരീക്ഷിക്കില്ല. പിന്നെ ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആചരിച്ച് വശീകരിക്കപ്പെടുകയാകുന്നു. അപ്പോ പരീക്ഷയുടെ ഉറവിടം ഏതാണ്? Which is the source of temptation? സ്വന്തം മോഹം, my own lust. ഏതൊരു കാര്യത്തോടുള്ള അതിയായ ആഗ്രഹം. മോഹം എന്നുള്ളത് അതിൽ തന്നെ തെറ്റല്ല, പക്ഷെ തെറ്റായ നിലയിൽ ഏതൊരു കാര്യത്തോടുമുള്ള അതിയായ ആഗ്രഹം അത് തെറ്റാണ്. ഇവിടെ സ്വന്തം മോഹത്താലാണ് ആകർഷിച്ച് വശീകരിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് പരീക്ഷ ഉണ്ടാകുന്നത്. അപ്പോൾ what is the source of temptation? Our own sinful desires. ദൈവമല്ല പരീക്ഷയുടെ ഉത്തരവാദി. അത് ഈ വാക്യം വ്യക്തമായി പറയാം. ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല. പാപം ചെയ്യാൻ ദൈവം ആരെയും പ്രേരിപ്പിക്കുകയില്ല. പിന്നെ എങ്ങനെയാ പാപത്തിന്റെ ഉത്ഭവം? Your evil desires, പാപമംഗലമായ നിന്റെ ഹൃദയത്തിൽ നിന്ന് ഉരുത്തിരിയുന്നതായ തെറ്റായ മോഹങ്ങൾ. ഇവിടെ ഈ കാലഘട്ടത്തിൽ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? ഈ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ചുറ്റുപാടുകളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ദൂരമായിട്ടുള്ളത് ഞാൻ വിചാരിക്കുന്നു. ഉദാഹരണമായിട്ട് സ്വവർഗ വിവാഹം, അതിന് വളരെ കോമൺ ആയിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലും നമ്മുടെ ഇന്ത്യയിലും കോമൺ ആണ്. പുരുഷൻ പുരുഷനെ വിവാഹം കഴിക്കുക, സ്ത്രീ സ്ത്രീയെ വിവാഹം കഴിക്കുക. നിങ്ങൾ ഈ ആശയത്തോട് ആഭിമുഖ്യമുള്ള ആളുകളാണെങ്കിൽ അതിനകത്ത് പറയുന്ന ന്യായം എന്നോടും ഞാൻ എന്നോട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? അത് അവരുടെ ജനറ്റിക് ഡിഫക്റ്റാണ്. അതായത് ദൈവം അവരെ അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന ഞങ്ങൾ എന്ത് ചെയ്യും? പുരുഷനോടാണ് താല്പര്യം, സ്ത്രീയോട് താല്പര്യമില്ല. അത് എന്റെ കുറ്റമല്ല. എന്റെ ജീവൻ അങ്ങനെയാണ്. ദൈവം അങ്ങനെയാണ് എന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്റെ താല്പര്യം അതാ. അതിപ്പോ എന്നെ കുറ്റപ്പെടുത്തിയതിനാ അങ്ങനെ പറയാറ്. ഇന്ന് കേൾക്കുന്ന ഏറ്റവും പ്രധാന ന്യായമാണ് കോളേജ് വിദ്യാർത്ഥികളോടും ചെറുപ്പക്കാരോടും ഇങ്ങനെയുള്ള മോശമായ വികലമായ ആശയം ഹോമോസെക്ഷുവാലിറ്റി സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോട് നിങ്ങൾ സംസാരിച്ചാൽ അവർ മിക്കവരും പറയാൻ ആഗ്രഹിക്കുന്നില്ല. വി ആർ നോട്ട് റെസ്പോൺസിബിൾ. ഞങ്ങളുടെ ജീവിതത്തെ ഡിഫക്റ്റാണ് എന്ത് ചെയ്യുന്നത്? അതിനെന്താ മറുപടി? ദൈവം എന്നെ അങ്ങനെ ഉണ്ടാക്കി കഴിയാൻ പറ്റും. അതിന് മറുപടിയുണ്ട്. എന്തായാലും മറുപടി ചെയ്യാം. ഈ ഭാഗം കൃത്യമായിട്ട് പറയുന്നുണ്ട്. പാപം ഉണ്ടാകുന്നത് നമ്മുടെ സ്വന്തം മോഹങ്ങളിൽ നിന്നാണ്. ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയപ്പോ നമുക്കറിയാം, സ്വാഭാവികമായ നിലയിൽ സ്ത്രീയും പുരുഷനും തമ്മിൽ വിവാഹം കഴിക്കണം. അതിനുള്ള താല്പര്യത്തോടും കഴിവിനോടും കൂടിയാണ് ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത്. എന്നാൽ എല്ലാ മനുഷ്യർക്കും ചില അബ്നോർമാലിറ്റീസ് ഉണ്ട്. ചില സാധാരണയിൽ വ്യത്യാസമായ ചില താല്പര്യങ്ങളും സ്വഭാവങ്ങളും ഉണ്ട്. ഉദാഹരണം, ചില ആളുകൾക്ക് ഭയങ്കര മുൻകോപം, അത് എല്ലാവർക്കും അറിയാത്തല്ലേ. ചില ആളുകൾ ശാന്തമാണ്, ചില ആളുകൾക്ക് മൂക്കിന്റെ അറ്റത്താണ്. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പോകും. അങ്ങനെ കോപമുള്ള ഒരാളെ അടിച്ചതില്ലായിരിക്കും, അയാളെ ഉപദ്രവിച്ചു. അപ്പൊ അത് കേസായി. കോടതി ഒരു കാര്യം പറയാണ്, എന്റെ ജനറ്റിക് ഡിഫക്റ്റാണ്. വല്യപ്പന്മാരുള്ളത് ഞങ്ങളുടെ എല്ലാവരും പറഞ്ഞു. അതിന് ഞാൻ എന്ത് ചെയ്യും? കോടതി പറയും. ഈ ദിവസം പറഞ്ഞിരിക്കുന്ന ഒരു വാർത്തയാണ്. സിദ്ധാർത്ഥ എന്ന് പറയുന്ന ഒരു പയ്യനെ നിങ്ങൾ വായിച്ചാൽ നിങ്ങൾ സഹിക്കുകയാണ്. അതുപോലെ ക്രൂരമായി പീഡിപ്പിച്ചാണ് കൊന്നതെന്നാണ് നമ്മൾ പത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. സാഡിസം എന്ന് പറയും. അതായത് മറ്റുള്ളവർ കഷ്ടം അനുഭവിക്കുന്നത് കണ്ട് സന്തോഷിക്കുന്ന ഒരു സ്വഭാവം. ചിലർക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അപ്പോ ഇതിന് കുറ്റക്കാരായ ആളുകളെ അവരെ ചുമ്മാ അടിച്ചുകൊള്ളുകയല്ല. എന്തെല്ലാം പറഞ്ഞിട്ടു ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ പത്രത്തിൽ വായിച്ചാൽ ഉപദ്രവിക്കാവുന്നതിന്റെ പരമാവധി ഉപദ്രവിച്ച് അതിൽ സന്തോഷം കണ്ടെത്തി ഒടുവിൽ മരണത്തിലേക്ക് നയിക്കുകയാണ്. ഈ ആളുകളെ പ്രതികളെ കുറ്റക്കാരെന്ന് കണ്ട് അവരെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ അവര് പറയാണ്, അത് ഒരാൾ പറയാണ്,
ഞാൻ സാഡിസ്റ്റാണ്. എന്റെ സ്വഭാവം അങ്ങനെയാണ്. എന്താ എന്റെ സ്വഭാവം? ബാക്കിയുള്ളവരുടെ വേദന ദുഃഖം കണ്ട് സന്തോഷിക്കുക എന്നുള്ളത് എന്റെ ജന്മന ഉള്ള എന്റെ ജീൻ അങ്ങനെയാണ്. അവർ തെറ്റുപോലെ പറയും, അറിയില്ല, നിനക്ക് അങ്ങനെ സ്വഭാവം ഉണ്ടായിരുന്നു, നീ എന്ത് ചെയ്യണമായിരുന്നു? നീ കൺട്രോൾ ചെയ്യണമായിരുന്നു. ഇവിടെ ചില ആളുകൾക്ക് അബ്നോർമൽ ആയിട്ടുള്ള ടെൻഡൻസീസ് ഉണ്ട്, അത് സമ്മതിച്ചു. ചിലർക്ക് കോപമാണ്, ചിലർക്ക് ലൈംഗിക കാര്യങ്ങളുള്ള അമിതമായ ആർത്തിയാണ്, ചിലർക്ക് ഏത് ലിംഗത്തിൽപ്പെട്ടവരോടുള്ള ആകർഷണമാണ്, ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ട്, അത് സമ്മതിച്ചു. ചിലർക്ക് സാഡിസ്റ്റാണ്. പക്ഷേ അതൊരിക്കലും ആ കാര്യം ചെയ്യുന്നതിന്, അതായത് ആ സ്വഭാവം പ്രകടിപ്പിക്കുന്നതിനുള്ള ന്യായമല്ല. അപ്പൊ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം? അങ്ങനെയുള്ളവര് അതിന് മരുന്ന് കഴിക്കണം. അങ്ങനെയുള്ളവര് തെറാപ്പീസ്, പലതരത്തിലുള്ള ചികിത്സകളുണ്ട്. അസാധാരണമായ ടെൻഡൻസി ഉള്ളവർക്ക് ചികിത്സയുണ്ട്, കൗൺസിലിംഗ് ഉണ്ട്, അത് നിയന്ത്രിക്കാനുള്ള മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങൾ തേടി നോർമലായിട്ട് ജീവിക്കണം. അല്ലാതെ എന്റെ ജീവിതം അങ്ങനെയാണ്, എന്റെ സ്വഭാവം അങ്ങനെയാണ്, വലിപ്പം പോലെ എവിടെല്ലാം മുൻകോപികളാണ്, അതുകൊണ്ട് ഞാൻ കാണുന്നവരൊക്കെ അടിക്കുന്നു പറഞ്ഞാൽ ഈ ലോകത്തിൽ ജീവിക്കാൻ നിൽക്കുന്നില്ല. അങ്ങനെ അടിച്ചാൽ നിന്നെയും പഠിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലാകുകയായിരുന്നു, ഇത് വളരെ പൊട്ടയൊരു ന്യായമാണ്, വളരെ തെറ്റായ ഒരു ന്യായമാണ്. എന്റെ ജീവൻ എങ്ങനെയാണ്, എന്റെ സ്വഭാവം എങ്ങനെയാണ്, ദൈവം എന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഞാൻ പറയുന്നത് ഈ വാക്യം വ്യക്തമായിട്ട് പറയാണ്. The source of temptation is not God. ദൈവമല്ല പരീക്ഷയുടെ ഉറവിടം. പരീക്ഷയുടെ ഉറവിടം എന്താണ്? പരീക്ഷയുടെ ഉറവിടം your sinful desires, നിന്റെ പാപകരമായ ആഗ്രഹങ്ങളാണ്. ഈ ചില ആഗ്രഹങ്ങളൊക്കെ ലെജിറ്റിമേറ്റ് ആണ്, ന്യായമാണ്. ഉദാഹരണമായിട്ട് വിശപ്പ് ന്യായമല്ലേ? എനിക്ക് വിശക്കുന്നു എന്നുള്ളത് പാപമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു, അതിനാ തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. ആ വിശപ്പ് അടക്കാൻ ദൈവം മാർഗം വെച്ചിട്ടുണ്ട്, ഭക്ഷണം കഴിക്കാനുള്ളത്. അപ്പോ hunger is legitimate, but when you resort to an illegitimate means to quench your legitimate hunger, it becomes sin. ന്യായമായ നമ്മുടെ ആഗ്രഹത്തെ അന്യായമായ മാർഗത്തിലൂടെ തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ചാൽ അത് പാപമാണ്. ആഗ്രഹം ന്യായമാണ്, പക്ഷേ അത് തൃപ്തിപ്പെടുത്തുന്ന മാർഗവും ന്യായമായിരിക്കണം. എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ ഹോട്ടലിൽ ഇരിക്കുന്ന ഭക്ഷണം ഞാൻ കയറി ചില്ലുകൂടി തകർത്ത് ഒരു ഭക്ഷണം എടുത്തില്ല, എന്താ കാര്യം? ഭയങ്കരമായിട്ട് വിശക്കുന്നു, ആരും സംഭവിക്കില്ല. എനിക്ക് വിശക്കുന്നു എന്നുള്ളത് ചെയ്യാം, എനിക്ക് ഭക്ഷണം വേണമെന്നുള്ളത് ചെയ്യാം, പക്ഷെ ആ ഭക്ഷണം കഴിക്കാൻ ഒരു മാർഗമുണ്ട്. എന്താ മാർഗം? കാശ് കൊടുത്ത് അവിടെ ഇരുന്ന് സാധനം ഉപയോഗിച്ച് കഴിക്കണം. അപ്പോ ലെജിറ്റിമേറ്റ് ഡിസയേഴ്സ്, ഇല്ലെജിറ്റിമേറ്റ് ഫുൾഫിൽമെന്റ്, അതാണ് പാപം എന്ന് പറയുന്നത്. ന്യായമായ ആവശ്യങ്ങളെ അന്യായമായ മാർഗത്തിലൂടെ നീ പൂരിപ്പിക്കാൻ ശ്രമിക്കുക. നമ്മുടെ കർത്താവിന് ഉണ്ടായ പരീക്ഷ, നിനക്ക് വിശക്കുന്നു, അപ്പൊ എന്താ സാധാരണ പറഞ്ഞത്? കല്ല് അപ്പമാകാൻ പറ്റില്ല. കർത്താവിന് വിശക്കുന്നു എന്നുള്ളത് കുറ്റമാണോ? കുറ്റമല്ല. എന്നാൽ ദൈവം ഉദ്ദേശിക്കാത്ത മാർഗത്തിലൂടെ, പിശാച് പറയുന്ന മാർഗത്തിലൂടെ ആ വിശപ്പ് സമർപ്പിക്കാനുള്ളത് ഇല്ലെജിറ്റിമേറ്റ് ആണ്, അത് അന്യായമാണ്. അത് കർത്താവ് ചെയ്യുകയില്ല. ആ കാര്യം വ്യക്തമായി വിചാരിക്കുന്നു. നമുക്കെല്ലാം ന്യായമായ ആഗ്രഹങ്ങളുണ്ട്, ന്യായമായ മോഹങ്ങളുണ്ട്, അത് തൃപ്തിപ്പെടുത്തുന്നത് തെറ്റല്ല. പക്ഷെ അതെല്ലാം തൃപ്തിപ്പെടുത്താൻ ദൈവം ഈ ലോകത്തിൽ മാർഗങ്ങൾ വെച്ചിട്ടുണ്ട്. ആ മാർഗത്തിലൂടെ വേണം തൃപ്തിപ്പെടുത്താൻ. ആ മാർഗത്തിൽ നിന്ന് മാറി എനിക്ക് മോഹമുള്ളതുകൊണ്ട് ഏത് ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ ഒരാൾ പറഞ്ഞാൽ അയാൾ കുറ്റക്കാരനാണ്. അവരുടെ എത്ര വ്യക്തമായിട്ടാണ് ദൈവത്തിൽ പറഞ്ഞിരിക്കുന്നത് നോക്കി. The source of temptation is not God, but your own sinful desires. നമ്മുടെ തന്നെ പാപകരമായ ആഗ്രഹങ്ങളാണ് ഈ പരീക്ഷയ്ക്ക് കാരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഹാൻഡിൽ, മാനേജ്, ഗവേൺ പ്രോബ്ലം. നമ്മുടെ ആഗ്രഹങ്ങളെ, നമ്മുടെ തൃഷ്ണകളെ, നമ്മുടെ സ്വഭാവത്തെ ശരിയായ നിലയിൽ നിയന്ത്രിച്ച് യോഗ്യമായ നിലയിൽ അതിനെ കൈകാര്യം ചെയ്യാനായിട്ട് നാം പഠിക്കണം. അപ്പൊ ദൈവത്തെയോ ജീനിനെയോ ജനറ്റിക് ഡിഫക്റ്റിനെയോ നമ്മുടെ ന്യായീകരിക്കാൻ ശ്രമിക്കരുത്. അതല്ല കാര്യങ്ങൾക്ക് പരിഹാരം. അപ്പോ റെക്കഗ്നൈസ് ഇറ്റ്സ് സോഴ്സ്. രണ്ടാമത് ആ ഭാഗത്ത് കാണുന്നത് റെക്കഗ്നൈസ് ഇറ്റ്സ് സോഴ്സ്. പരീക്ഷയുടെ ശക്തി നോക്കുക. പരീക്ഷയുടെ ശക്തി ഉൾപ്പെടെ നമ്മൾ പറഞ്ഞു. പരീക്ഷയുടെ ശക്തി നോക്കിയ പ്രധാനമാക്കി സ്വന്തം മുഖത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുന്നു. 15-ാം വാക്യം, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം കൊടുത്തിട്ട് മരണത്തെ പറഞ്ഞു.
ഈ പരീക്ഷ എത്ര പവർഫുൾ ആണെന്ന് ഇറ്റ് ക്യാൻ ലീഡ് ടു ഡെത്ത്. മരണം ഉളവാക്കുവാൻ കഴിയും പരീക്ഷയ്ക്ക്. Lust has life, it can conceive. ഈ മോഹത്തിന് ജീവനുണ്ട്. മോഹത്തിന് ഗർഭം ധരിക്കാൻ നോക്കും. ഗർഭം ധരിക്കുന്ന ജീവനുള്ളവരാണ്. മോഹത്തിന് ജീവനുണ്ട്. മോഹത്തിന് ഒരു ശക്തിയുണ്ട്. ആ ശക്തി ഗർഭം ധരിക്കാൻ ശക്തിയുള്ളതാണ്. നാം ഒരു കാര്യം ഓർക്കണം, പരീക്ഷയ്ക്ക് നാം എപ്പോഴെങ്കിലും വിധേയരായ നമ്മുടെ മേലുള്ള പരീക്ഷയുടെ ശക്തി കൂടുകയുള്ളൂ. Temptation once yielded gains more power. അത് നമ്മൾ ഓർത്തിരിക്കണം. ഇത് ഒരു പ്രാവശ്യം ഞാൻ എന്ത് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചല്ല, ഇന്നൊന്ന് ശ്രമിക്കുന്നേ ഉള്ളൂ. ഇന്നത്തെ കഴിവ് പിന്നെ വിട്ടുകളി, ഇങ്ങനെ ആരെങ്കിലും പറയുന്നില്ലേ? പക്ഷെ ഒന്ന് ശ്രമിച്ചു കഴിയുമ്പോൾ, ഒന്ന് കുറിച്ച് കഴിയുമ്പോൾ, ഒന്ന് വലിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒന്ന് ട്രക്കെടുത്ത് കഴിയുമ്പോൾ ഇത് വിടാൻ കഴിയില്ല, ശക്തി കൂടുക. അതുകൊണ്ട് temptation once yielded to gains momentum. പരീക്ഷകളിൽ, മോഹങ്ങളിൽ ഒരു ശക്തിയുണ്ട്. ആ ശക്തി പാപത്തെ ഉളവാക്കും. പരീക്ഷകൾ പാപത്തെ ഉളവാക്കും. ആ പാപം മരണത്തെ ഉളവാക്കും. എന്താ മരണം എന്ന് പറഞ്ഞാൽ? വിശ്വാസികളുടെ ബന്ധത്തിൽ ആത്മീയ കൂട്ടായ്മ വിച്ഛേദിക്കപ്പെടുന്നതാണ് വിശ്വാസികളുടെ ബന്ധത്തിൽ മരണം എന്ന് പറയുന്നത്. ആത്മീയമായ ദൈവമായുള്ള കൂട്ടായ്മ വിച്ഛേദിക്കപ്പെടുക. ആത്മീയമാണ്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരണം. നമ്മള് പലയിടത്ത് വായിക്കുന്നുണ്ട്, കാമുകയായവരോട് ജീവിച്ചിരിക്കും തന്നെ ചത്തവർ എന്ന് പറഞ്ഞാൽ ജീവനുണ്ട് പക്ഷേ ചത്തവർ എന്ന് പറഞ്ഞാൽ വിശ്വാസികളായി നമുക്കും അത് സംഭവിക്കാം. നമുക്ക് ജീവനുണ്ട് പക്ഷേ മരണത്തിന്റെ അനുഭവത്തിൽ ജീവിക്കുക. അങ്ങനെ ഒരു സ്ഥാനത്തേക്ക് നമ്മെ വഹിച്ചുകൊണ്ട് പോകുവാൻ ടെംപ്റ്റേഷന്, പരീക്ഷയ്ക്ക് കഴിവുണ്ട്. നാം എല്ലാവരും അനുദിന ജീവിതത്തിൽ ഓർക്കേണ്ട ഒരു കാര്യമാണ്. പരീക്ഷ എന്ന് പറയുന്നത് ഒരു സ്പാർക്ക് പോലെ, തീപ്പൊരി പോലാണ്. തീപ്പൊരി ഉള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ തീപ്പൊരി വെടിമരുന്നുമായിട്ട് ചേർന്നാൽ വലിയ കാര്യം. നമ്മുടെ ഒരു കാര്യം ഓർക്കണം, നമ്മളെല്ലാവരും ഉള്ളിൽ തീപ്പൊരിയുമായിട്ടാണ് നടക്കുന്നത് 24 മണിക്കൂർ. We all carry an inflammable spark within us all the time. ഈ തീപ്പൊരി എത്തിക്കാന്നുള്ളതൊക്കെ നമ്മുടെ പാപ സ്വഭാവം, പാപകാരികളോടുള്ള താല്പര്യം സകല മനുഷ്യർക്കുണ്ട്. പക്ഷെ നമുക്ക് ഒരു കാര്യം ഒക്കും, എന്താ പറയുക, വെടിമരുന്ന് പോകാതിരിക്കും. തീപ്പൊരികളൊക്കെ പക്ഷേ വെടിമരുന്നുമായിട്ട് ബന്ധപ്പെടുത്താതിരിക്കണം. നമ്മൾ അങ്ങനെ ചെയ്താൽ മതി. സദൃശവാക്യം 7-ാം അധ്യായം എന്ന് വായിച്ചു നോക്കിയാൽ അവിടെ ഘോഷനായ ഒരു യുവാവ് സന്ധ്യാസമയത്ത് ഇരുട്ടുള്ള നേരത്ത് ദേശീയായ ഒരു സ്ത്രീയുടെ വഴിയെ നടന്നു പോകുന്ന ചിത്രമാണ്. ഇതൊക്കെ വായിച്ചിട്ടുണ്ട്. എന്നിട്ട് അവൾ അവനെ പിടിച്ചു, പാപം ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചു, വലിയ ദോഷത്തിൽ അവൻ അകപ്പെട്ടു. അപ്പോ അവൻ ചെയ്ത് തെറ്റെന്താ? He went to the wrong place at the wrong time. തെറ്റായ സമയത്ത് തെറ്റായ ഇടത്ത് അവൻ പോയി. ഇംഗ്ലീഷിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട്, spark that falls on water ignites no fire. ഒരു തീപ്പൊരി വെള്ളത്തിൽ വീണാൽ ഒന്നും ഉണ്ടാകില്ല, ഒരു കുഴപ്പമുണ്ടാകില്ല. എന്നാൽ തീപ്പൊരി വെടിമരുന്നേ വീണാൽ കുഴപ്പമുണ്ടാകും. അവിടെ സഹോദരന്മാരെ നമ്മളെല്ലാവരും നോക്കണം. അത് മോഹമായാലും കോപമാണെങ്കിലും കയ്പാണെങ്കിലും അസൂയാണെങ്കിലും നമ്മുടെ എല്ലാവരുടെ മുന്നിൽ പാപത്തോടുള്ള ചായമുണ്ട്. എന്തുകൊണ്ട്? പാപജലത്തിൽ നാം ജീവിക്കുന്നുണ്ട്. തീപ്പൊരി ഹൃദയത്തിൽ പേടിയാണ് നമ്മളെല്ലാവരും നടക്കുന്നത്. എന്നാൽ അത് വെടിമരുന്നുമായിട്ട് ബന്ധപ്പെടാതിരിക്കാൻ നമ്മളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളണം. അപ്പൊ നമ്മുടെ ഒരു പ്രാർത്ഥന ഇതായിരിക്കണം, Lord, let not the desire to sin and the opportunity to sin ever coincide. പാപം ചെയ്യാനുള്ള ആഗ്രഹവും പാപം ചെയ്യാനുള്ള അവസരവും ഒരുമിച്ച് വരണ്ടേ ഇതായിരിക്കും നമുക്ക് പ്രാർത്ഥന. പാപം ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ട്, പക്ഷെ പാപം ചെയ്യാൻ അവസരം കിട്ടരുത്. കിട്ടിയാൽ ഇത് രണ്ടും കൂടെ ചേർന്നാൽ സ്ഫോടനം നടക്കും. നമ്മള് വളരെ സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട കാര്യമാണ്. Source is our own lust and the force is very powerful. നമ്മുടെ ഉള്ളിലുള്ള പാപത്തിന്റെ ശക്തി എന്ന് പറയുന്നത് മരണം ഉളവാക്കുക, ദൈവവുമായിട്ടുള്ള നമ്മുടെ ആത്മീയ കൂട്ടായ്മയെ തകർക്കുവാൻ കഴിവുള്ളതാണ്. Powerful enough to lead us to death. മരണത്തിലേക്ക്, ആത്മീയമായ മരണത്തിന്റെ അനുഭവത്തിലേക്ക് നമ്മെ നയിക്കാൻ കഴിവുള്ളതാണ് പാപത്തിന്റെ പരീക്ഷയുടെ ശക്തി.
ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. മൂന്നാമത്, റെക്കഗ്നൈസ് ഇറ്റ്സ് കോഴ്സ്. എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതിന്റെ പ്രവർത്തന വിധം നോക്കുക. ആദ്യം നമ്മൾ അതിന്റെ ഉറവിടം നമ്മുടെ ദുഷ്ടഹൃദയമാണ്, പാപകരമായ ആഗ്രഹമാണ്. രണ്ട്, പാപത്തിന്റെ ശക്തി നമ്മെ മരണത്തിലേക്ക് നയിക്കാൻ, ഗർഭം ധരിക്കാൻ ജീവനുള്ളതാണ് പരീക്ഷ. മൂന്നാമത്, റെക്കഗ്നൈസ് ഇറ്റ്സ് കോഴ്സ്. അതിന്റെ പാത എങ്ങനെയാണ് ഈ പാപം പരീക്ഷ പുരോഗമിക്കുന്നത് എന്ന് നോക്കുക. രണ്ട് വാക്കുകൾ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. ഈ രണ്ട് വാക്കും ഒന്ന് പഠിച്ചാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വാക്കുകളാണ്. ആകർഷിച്ച് എന്ന് റോണറിലാണ് ഇംഗ്ലീഷിൽ. ആകർഷിച്ചെന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഏതെങ്കിലും ഉദാഹരണമായിട്ട് മീന് വെള്ളത്തിൽ ഒരു പാറയുടെ ഇടയിലിരിക്കാൻ, അതാണ് അതിന്റെ ഹാബിറ്റാറ്റ്, അതിന്റെ വാസസ്ഥലം. ആ വാസസ്ഥലത്ത് നിന്ന് പുറത്തു വരാൻ ഇടയാകുന്നു. അതാണ് ക്രോണത എന്നതിന്റെ അർത്ഥം. ഇപ്പോ ഒരു സിംഹത്തെ ഒരാൾ വേട്ടയാടുന്നെങ്കിൽ സിംഹം ഗുഹയിൽ കിടക്കുക, അതാണ് അതിന്റെ ഹാബിറ്റാറ്റ്. പക്ഷെ ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും മണം കൊണ്ടോ ഏതെങ്കിലും മണം കൊണ്ടോ ഏതെങ്കിലും അതിന്റെ വാസസ്ഥലത്ത് നിന്ന് പുറപ്പെട്ടു പോരുക എന്നാണ് ദ്രോണവേ എന്നുള്ള ആ വാക്കിന്റെ ആദ്യത്തെ വാക്കിന്റെ അർത്ഥം. ഇനി രണ്ടാമത്തെ വാക്ക് ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ തന്നെ. അവിടെ വശീകരിക്കപ്പെടുക എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എൻറ്റൈസ് എന്നുള്ള വാക്കാണ്. ആ വാക്കിന്റെ അർത്ഥം മീൻ പിടിക്കാൻ പോകുന്നവര് ഈ ചൂണ്ടയിടുമ്പോ ഒരേരെ ആ ചൂണ്ടയുടെ അറ്റത്ത് കൊളുത്തിരും. അപ്പൊ കൊളുത്ത് കാണുന്നില്ല, ഇരയെ മാത്രമേ കാണുന്നു. ആ ഇരയിലേക്ക് മീനിന്റെ മോഹത്തെ ആകർഷിക്കുക, വശീകരിക്കുന്നതിനാണ് എൻറ്റൈസ് എന്നുള്ള രണ്ടാമത്തെ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഈ രണ്ട് വാക്കിന്റെ അർത്ഥം, ഒന്ന് അതിന്റെ വാസസ്ഥലത്തു നിന്ന് അതിനെ പുറത്തിറക്കത്തക്കവണ്ണമുള്ള ശക്തി. രണ്ട്, ഇരയിലേക്ക് അതിനെ ആകർഷിക്കുക. സദൃശവാക്യം 1:10 നമ്മൾ വായിക്കുന്നുണ്ട്, പാപികൾ നിന്നെ വശീകരിച്ചാൽ വഴിപ്പെട്ടു പോകരുത്. If sinners entice thee, consent thou not. അപ്പോൾ ഇതിന്റെ കോഴ്സ് എന്താ? നീ ആയിരിക്കുന്നിടത്തു നിന്ന്, സുരക്ഷിത സ്ഥാനത്തു നിന്ന് ഈ പരീക്ഷ നിന്നെ പുറത്തു ചാടും. നിന്റെ സുരക്ഷിത മേഖലയിൽ നിന്ന് പരീക്ഷ നിന്നെ പുറത്തു ചാടും. എന്നിട്ട് പാപകരമായ കാര്യങ്ങളിലേക്ക് നിന്നെ വശീകരിക്കും. അതാണ് ആ രണ്ട് വാക്കുകളുടെ അർത്ഥം. അപ്പോൾ സ്വന്തം മോഹത്താൽ ആകർഷിക്കപ്പെടും, വശീകരിക്കപ്പെടും. നിന്റെ സുരക്ഷിത സ്ഥാനത്ത് നിന്ന് നിന്നെ പുറത്ത് കാണിക്കുന്നതാണ് ആകർഷിക്കുക എന്ന് പറയുന്നത്. വശീകരിക്കുക എന്ന് പറയുന്നത് ഇരയിലേക്ക് നിന്നെ അടുപ്പിക്കുന്നതാണ്. ഈ രണ്ട് കാര്യങ്ങൾ സംബന്ധിച്ച് മീൻ വന്ന് ഇരയിൽ കുത്തുമ്പോൾ കൊളുത്തിൽ കുന്നും, പിന്നെ അതിന്റെ അന്ത്യമാണ്. ഇങ്ങനെയാണ് പരീക്ഷ പാപമായി തീരുന്നതെന്ന് യാക്കോബ് പറയുക. അപ്പോൾ മൂന്ന് കാര്യങ്ങൾ നമ്മളോട് ചിന്തിച്ചു. ഫസ്റ്റ് ഈസ് ദ സോഴ്സ് ഓഫ് ടെംപ്റ്റേഷൻ, പരീക്ഷയുടെ ഉറവിടം, അത് സ്വന്തം മോഹങ്ങൾ. രണ്ടാമത്തേത് ദ ഫോഴ്സ് ഓഫ് ടെംപ്റ്റേഷൻ, പരീക്ഷയുടെ ശക്തി, അത് ഗർഭം ധരിക്കാൻ ശക്തിയുള്ളതാണ്. ദൈവത്തിൽ നിന്നുള്ള കൂട്ടായ്മയിൽ നിന്ന് അകറ്റാൻ ശക്തിയുള്ളതാണ്. മൂന്നാമത് ദ കോഴ്സ് ഓഫ് ടെംപ്റ്റേഷൻ, പരീക്ഷയുടെ പാഠം. ഏത് നിലയിലാണ് പ്രവർത്തിക്കുന്നത്? നീ ആയിരിക്കുന്നിടത്ത് നിന്നെ പ്രത്യാപിച്ച തെറ്റായ കാര്യത്തിൽ നിന്റെ ശ്രദ്ധ പതിക്കത്തക്കവണ്ണം അതിന്റെ മണം അല്ലെങ്കിൽ അതിന്റെ കാഴ്ച അതിലേക്ക് നിന്നെ വശീകരിക്കുക. അങ്ങനെയാണ് ഒടുവിൽ നിന്നെ പാപത്തിൽ കൊണ്ട് എത്തിക്കുന്നത്. പരീക്ഷയെക്കുറിച്ച് പല കാര്യങ്ങൾ ഈ ഭാഗത്ത് നമുക്ക് പഠിക്കാൻ സാധിക്കും. ദൈവം വെച്ചാൽ പിന്നീട് ഒരു അവസരത്തിൽ നമുക്ക് പഠിക്കാം. നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന പരിശോധനകൾ പരീക്ഷകളായി മാറാതെ പ്രത്യേകം എല്ലാവരും നിർത്തുക. ശരിയായ പരിശോധനകളെ കൈകാര്യം ചെയ്യണം. അപ്പോൾ അത് പരീക്ഷയായി തീർന്ന വേറെ കുഴപ്പം ചെയ്യും. പരീക്ഷയുടെ ഉറവിടം ഇന്ന് തന്നെ ഉള്ളതാണ്. പരീക്ഷയുടെ ശക്തി വളരെ ശക്തിയുള്ളതാണ്. ഗർഭം ധരിക്കാൻ ശക്തിയുള്ളതാണ്. മരണത്തിലേക്ക് നയിക്കാൻ ശക്തിയുള്ളതാണ്. പരീക്ഷയുടെ കോഴ്സ് എന്ന് പറയുന്നത് നിന്നെ സുരക്ഷിത സ്ഥാനത്ത് നിന്ന് പ്രത്യാശ തെറ്റായ കാര്യത്തിലേക്ക് നിന്നെ വശീകരിച്ച് കൊണ്ടുപോകുന്നതാണ് പരീക്ഷയുടെ കോഴ്സ്. ദൈവം സഹായിക്കട്ടെ. ഈ ദുഷ്ടലോകത്തിൽ ജീവിക്കുമ്പോൾ വളരെ സൂക്ഷ്മതയോടും ശ്രദ്ധയോടും നമ്മുടെ ജീവിതം നയിക്കുക. ഇന്ന് നാം പഠിച്ച സത്യങ്ങൾ നമുക്ക് സഹായകമാകട്ടെ. കർത്താവിന്റെ നാമം പവിത്രമാകട്ടെ.